ടീം സെഷൻ നമ്മൾ നോക്കുന്നത് പൈത്തൺ കൺസോളാണ്. നമുക്കറിയാം, നമ്മൾ ഇവിടെ കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് ജസ്റ്റ് പൈത്തൺ -- വേർഷൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആക്റ്റീവ് ആയിട്ടുള്ള ഏത് പൈത്തൺ വേർഷൻ ആണോ അത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇനി ഞാൻ ജസ്റ്റ് പൈത്തൺ എന്നുള്ളത് കൊടുക്കുകയാണെങ്കിലോ, പൈത്തൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 3 ആരോ മാർക്ക് വെച്ചിട്ടുള്ള ഒരു കൺസോൾ കിട്ടും. ഈ കൺസോളിൽ നമുക്ക് പൈത്തൺ കമാൻഡ് ലൈൻ ബൈ ലൈൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ നേരത്തെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന പോലെ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, പ്രിന്റ് അപ്പ് കോഡ് എന്നുള്ളത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റർ കീ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ്. ഇമ്മീഡിയറ്റ്ലി ആ ലൈന് ഒരു ലൈൻ എനിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ആ കൊടുത്ത ലൈൻ ഇമ്മീഡിയറ്റ്ലി എനിക്ക് തൊട്ട് താഴെ തന്നെ അതിൻ്റെ റിസൾട്ടും കാണാൻ പറ്റും. അപ്പം ഇവിടെ ഞാൻ ഒരു ലൈൻ ഓഫ് കോഡ് കൊടുക്കുന്നു, എൻ്റർ കീ കൊടുക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഈ പൈത്തൺ കൺസോൾ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഞാൻ വേറെ ഒരു നമുക്കറിയാം, നമുക്ക് വേരിയബിൾസ് ഉണ്ട്. വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ലേബലാണ് നമ്മൾ വേരിയബിൾ നമ്മൾ വിളിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാത്തമാറ്റിക്സിൽ നമ്മൾ സാധാരണ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കാറുണ്ട് a = x+y അല്ലെങ്കിൽ a² + b². ഇതെല്ലാം ശരിക്കും ഇവിടെ എയും ബിയും സിയും എന്നെല്ലാം പറയുന്ന വേരിയബിൾസ് ആണ്. അതിന് എന്ത് വാല്യൂ ആവാം അല്ലേ. അപ്പോൾ ആ വാല്യൂവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പേര്. അപ്പം നമ്മുടെ പ്രോഗ്രാമിങ്ങിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേരിയബിൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പം നമുക്ക് മെമ്മറിയിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ സ്റ്റുഡൻറ്റിൻ്റെ നെയിം ഉണ്ടാവും, അതേപോലെ സ്റ്റുഡൻറ്റിൻ്റെ ഏജ് ഉണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, അങ്ങനെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം വേരിയബിൾ ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ സ്റ്റുഡൻറ്റ് നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ആ വേരിയബിളിന് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ ഞാൻ 10 സ്റ്റോർ ചെയ്യുന്ന പോലെ തന്നെ നെയിം എന്ന് പറയുന്ന വേരിയബിളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതേപോലെ ഏജ് എന്ന് പറയുന്നതിന് ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഡാറ്റക്ക് കൊടുക്കുന്ന ഒരു ലേബലാണ്. നമ്മൾ ആ നെയിം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണോ ഡാറ്റ, ആ ഡാറ്റയാണ് നമുക്ക് ശരിക്കും കിട്ടുക. നെയിം = എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ അങ്ങോട്ട് സെറ്റ് ചെയ്യാനും പിന്നെ തിരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെറ്റ് ചെയ്ത ഡാറ്റ നമുക്ക് തിരിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഈ പ്രോഗ്രാമിൽ ഞാൻ വന്നു, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഒരു കമാൻഡ് കൊടുക്കുകയാണ്, x = 10, അതേപോലെ y = 20, എന്നിട്ട് z = x+y. ഓക്കെ, എന്നിട്ട് ഞാൻ പ്രിന്റ് z എന്ന് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു സിമ്പിൾ അരിത്മെറ്റിക് ഓപ്പറേഷൻ ആണ് ചെയ്തത്. മാത്തമാറ്റിക്സിൽ നമ്മൾ കാണുന്ന പോലെ എക്സും വൈയും 2 വാല്യൂ കൊടുത്തു, z = x+y, പ്രിന്റ് z കൊടുത്തു. അപ്പോൾ ഇവിടെ ശരിക്കും നടക്കുന്നത് എന്താണ്, നമ്മുടെ മെമ്മറി ലൊക്കേഷനിൽ എക്സ് എന്ന് പറയുന്ന പേരിൽ ഒരു മെമ്മറി സ്റ്റോർ ചെയ്യാനുള്ള ലൊക്കേഷൻ ഉണ്ടാക്കും. അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് 10 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യും. y എന്ന് പറയുന്ന വേറൊരു ലൊക്കേഷൻ ഉണ്ടാക്കും, ആ ലൊക്കേഷനിൽ 20 എന്നുള്ളത് സ്റ്റോർ ചെയ്യും. z എന്ന് പറയുന്ന വേറൊരു ലൊക്കേഷൻ ഉണ്ടാക്കും, അതിൽ ഈ എക്സിൻ്റെ വാല്യൂ 10ഉം വൈൻ്റെ വാല്യൂ 20ഉം കൂട്ടിയുള്ള 30 എന്ന് പറയുന്ന വാല്യൂ അതിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെ 3 മെമ്മറി ലൊക്കേഷൻസ് അതിന് വേണ്ടി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യും, സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ z എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് z എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ എന്താണോ വാല്യൂ ഉള്ളത് ആ വാല്യൂവിനെ നമുക്ക് പ്രിന്റ് ചെയ്തിട്ട് കൺസോളിൽ കാണിച്ചു തരും. ഓക്കെ, ഇത് നമുക്ക് ഒരു സിമ്പിൾ പ്രോഗ്രാമാണത്. അത് നിങ്ങൾക്ക് പ്ലെയിൻ സാധാരണ നമ്മൾ മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കുന്ന സെയിം സിൻടാക്സും ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു പുതിയൊരു കമാൻഡ് പ്രോംപ്റ്റ്, നേരത്തെ കമാൻഡ് പ്രോംപ്റ്റ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഞാൻ പുതിയൊരു കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യാണ്, ഈ ഫയലിൽ ഞാൻ എക്സിക്യൂട്ട് ചെയ്യാണ്. ഈ sample.py എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്ത് അപ്പോൾ എനിക്കിവിടെ 30 എന്ന് പറയുന്ന വാല്യൂ എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് പൈത്തൺ സ്ക്രിപ്റ്റിൽ നമുക്ക് ഇതേപോലെ കോഡ് എഴുതി എന്നിട്ട് പൈത്തൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ എക്സിക്യൂട്ട് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് നമ്മൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. ഈ ഒരു പൈത്തൺ കൺസോളിൽ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഞാൻ n1 = 100. ഓക്കെ, അതേപോലെ അപ്പോൾ ഈ എൻട്രി അടിക്കുന്നതോട് കൂടി എന്തായി, ഇവിടെ നമ്മളൊരു വേരിയബിൾ എക്സിക്യൂട്ട് ചെയ്യുന്ന പോലെ തന്നെ ആയി. മെമ്മറിയിൽ n1 എന്ന് പറയുന്ന ലൊക്കേഷനിൽ 100 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ആയിട്ടുണ്ടാവും. അതേപോലെ ഞാൻ n2 = ഞാൻ 200 എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ സം =
n1 പ്ലസ് n2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. എന്തായി സം എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ലൊക്കേഷനും കൂടെ ക്രിയേറ്റ് ആയി. അതിൽ 100 പ്ലസ് 200 എന്ന് പറയുന്നത് 300 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ആയിട്ടുണ്ടാവും. ഇനി ഞാനിവിടെ ഈ പ്രിന്റ് ഓഫ് സം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താവും 300 എന്നുള്ള വാല്യൂ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഞാൻ ഇവിടെ പറഞ്ഞു കൊണ്ടുവന്നത് നമ്മൾ ഇവിടെ ചെയ്യുന്ന അതേ കാര്യങ്ങൾ നമുക്ക് ഇവിടെയും ചെയ്യാൻ പറ്റും. പക്ഷേ ഓരോ ലൈനായിട്ട് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുള്ളൂ എന്നേ ഉള്ളൂ. ഇവിടെ മൊത്തത്തിൽ സ്ക്രിപ്റ്റ് ആയിട്ട് ഒരുമിച്ച് ചെയ്തിട്ട് ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഈ പൈത്തൺ കൺസോളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ് എ ടൈം ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യാം, എന്നിട്ട് നെക്സ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യാം. അതിൽ പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കാം, അതേപോലെ അങ്ങോട്ട് നമ്പർ ഇപ്പോൾ ഒരു വേരിയബിൾക്ക് ഡാറ്റ അസൈൻ ചെയ്യാനുള്ള ഈക്വൽ ടു വെച്ചിട്ട് അസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഈ പൈത്തൺ കൺസോൾ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പൈത്തൺ കൺസോളിൽ വെച്ചുകൊണ്ട് ഇതേപോലെ കോഡ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. വേരിയബിൾസ് എല്ലാം പ്രോപ്പറായിട്ട് അസൈൻ ആകുന്നുണ്ടോ, റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ ഇവിടെ ചെയ്യുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. പക്ഷേ അറ്റ് എ ടൈം ഒരു ലൈന് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ ചെയ്യാൻ ടൈമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ആൾവേസ് നമ്മൾ സിസ്റ്റത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ടത് സ്വന്തം സിസ്റ്റത്തിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ക്വിക്കായിട്ട് നിങ്ങൾ ട്രാവലിങ്ങിലാണ് സിസ്റ്റത്തിൽ ചെയ്യാൻ ഓപ്ഷനിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓൺലൈൻ ടൂളും അവൈലബിൾ ആണ്. നിങ്ങൾ പൈത്തൺ റിപ്പൽ എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ടൂൾസ് അവൈലബിൾ ആണ്. repelit.com എന്നുള്ളതിൽ ഈ REPL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ്, ഇവാലുവേറ്റ്, പ്രിന്റ്, ലൂപ്പ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഓരോ കമാൻഡും കൊടുക്കുന്ന സമയത്ത് പൈത്തൺ എന്ത് ചെയ്യും, അത് റീഡ് ചെയ്യും. അല്ല, ഞാനിവിടെ n1 = 100 എന്ന് കൊടുക്കുന്നത് പൈത്തൺ അത് റീഡ് ചെയ്യും, എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യും, അതിൻ്റെ റിസൾട്ട് അവിടെ തന്നെ പ്രിന്റ് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് വീണ്ടും അടുത്ത കമാൻഡിന് വേണ്ടി ലൂപ്പ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഈ റിപ്പൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് അല്ലെങ്കിൽ റിപ്പലിറ്റ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ആദ്യം സൈനപ്പ് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവരെ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ കമാൻഡ് കൊടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കമാൻഡ് കൊടുക്കാനും ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ റിസൾട്ട് കാണാനുള്ള പ്രൊവിഷനും അവൈലബിൾ ആണ്. ഓക്കെ.